Hi guys, welcome to my channel Coding Garage. This is Coding with Python Part 3. ഈ വീഡിയോയിൽ നമ്മൾ നമ്മുടെ ഫസ്റ്റ് പൈത്തൺ പ്രോഗ്രാം ചെയ്യാൻ പോവാണ്. അപ്പോൾ കോഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഇനി തൊട്ട് നമുക്ക് അങ്ങോട്ടുള്ള എപ്പിസോഡ്സ് ഒരു ലൈവ് കോഡിംഗ് ഫോർമാറ്റിലായിരിക്കും. അതായത് ഇതുപോലെ ലൈവായിട്ട് ഞാൻ കോഡ് ചെയ്യുമ്പോൾ അത് നരേറ്റ് ചെയ്തിട്ട് സ്ക്രീൻ ക്യാപ്ചർ ചെയ്യുന്ന പോലെയുള്ള വീഡിയോസ് ആയിരിക്കും. അതിൽ എന്തൊക്കെ എറർ വരികയാണെങ്കിലും എന്തൊക്കെ ഉണ്ടാവുകയാണെങ്കിലും നമ്മളത് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അത് പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കോഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിന്റെ ഒരു ഭാഗമാണ്. നമ്മൾ സ്കൂളുകളിലേക്കൊക്കെ പഠിക്കുമ്പോൾ പലപ്പോഴും ഈ കോഡിങ്ങിന്റെ പല കാര്യങ്ങളും വളരെയധികം ബൈ ഹാർട്ട് വെച്ച് പഠിക്കും. അത് തെറ്റാതെ എഴുതാൻ ശ്രമിക്കുകയാണ് ചെയ്യുക. പക്ഷെ ആക്ച്വൽ നമ്മൾ റിയൽ വേൾഡിൽ കോഡിങ് ചെയ്യുമ്പോൾ അത് പലപ്പോഴും ട്രയൽ ആൻഡ് എറർ പ്രോസസ്സാണ്. നമുക്ക് എല്ലാ കാര്യങ്ങളും ഓർത്ത് വെക്കാനൊന്നും പറ്റില്ല. അതിൽ എററുകൾ വരും. നമ്മൾ എത്ര ഇനിയിപ്പോൾ എല്ലാം കാണാണ്ട് പഠിച്ചാൽ പോലും അതിൽ എററുകൾ തീർച്ചയായിട്ടും വരും. അപ്പോൾ എററുകൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അപ്പൊ ഈ വീഡിയോസിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ എററുകൾ വരുന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ഞാൻ ഹാൻഡിൽ ചെയ്യണത് എന്നുള്ളതൊക്കെ കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ വട്ടം പറഞ്ഞു നിർത്തിയത് പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ IDLE എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ കാണും. അത് ഓപ്പൺ ചെയ്യണം. ആ ഒരു ആപ്ലിക്കേഷനാണ് ഞാനിപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ വട്ടം നിങ്ങൾക്ക് ഇത് കാണിച്ചത് ഒരു വിൻഡോസ് മെഷീനിലായിരുന്നു. അത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തത്. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ഒരു മാക് മെഷീനാണ്. ഞാനപ്പോൾ അതിലാണ് ഈ വീഡിയോ സീരീസ് എല്ലാം റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ ഇതുകൊണ്ട് യാതൊരു വ്യത്യാസങ്ങളും ഉണ്ടാവില്ല. അറ്റ്ലീസ്റ്റ് നമ്മൾ ഈ ചെയ്യാൻ പോകുന്ന ഈ കോഴ്സിലുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഏതൊരു തരം OS ആയാലും മാക്കോ വിൻഡോസോ ലിനക്സ് ആയാലും എല്ലാം തന്നെ ഒരുപോലെ വർക്ക് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് പ്രോഗ്രാം നമ്മൾ എഴുതാൻ പോകുന്നത് ഒരു ഹലോ വേൾഡ് എന്നുള്ളൊരു പ്രോഗ്രാമാണ്. നമ്മൾ ട്രഡീഷണൽ ആയിട്ട് ഏതൊരു പ്രോഗ്രാമിംഗ് പഠിക്കുകയാണെങ്കിലും അതിൽ നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഈ ഹലോ വേൾഡ് എന്നുള്ളത്. വളരെ സിമ്പിൾ ആണ്. അതിൽ നമ്മൾ ആകെ കൂടി ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ ഹലോ വേൾഡ് എന്നുള്ള ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഐഡിയലി തുറന്നിട്ടുണ്ടെങ്കിൽ ഇത്ര ഒരു വ്യൂ ആണ് ഉണ്ടാവുക. ഇതെന്തിനാണ് യൂസ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഒന്ന് രണ്ട് വീഡിയോസ് കഴിയുമ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫയൽസിൽ പോയിട്ട് ന്യൂ ഫയൽ എന്നുള്ളൊരു ഓപ്ഷൻ എടുക്കുക. ന്യൂ ഫയൽ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഫയൽ വരും. ഇത് ബേസിക്കലി ഒരു ടെക്സ്റ്റ് എഡിറ്റർ ആണ്. നമുക്ക് ഇത് ആക്ച്വലി ഇത് തന്നെ യൂസ് ചെയ്യാനൊന്നുമില്ല. വേറെ ഏത് ടെക്സ്റ്റ് എഡിറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് മേ ബി ഫ്യൂച്ചർ എപ്പിസോഡ്സിൽ ഞാൻ വേറെ കുറച്ചുകൂടെ നല്ല ടൂൾസ് ഒക്കെ പരിചയപ്പെടുത്തി തരാൻ നോക്കാം. ഇപ്പൊ നമ്മൾ എല്ലാവർക്കും സ്റ്റാർട്ട് ചെയ്യാൻ ഏറ്റവും എളുപ്പം ഇതായതുകൊണ്ട് ഇതിൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കോഡ് എഴുതും. ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ഹലോ വേൾഡ് എന്നുള്ളത് സ്ക്രീനിൽ പ്രിന്റ് ചെയ്യാണ്. പൈത്തണിൽ അത് ചെയ്യാൻ വളരെ എളുപ്പമാണ്. പ്രിന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട് പൈത്തൺ 3യിൽ. നമ്മളിത് വിളിക്കണം. ഇത് വിളിക്കുമ്പോൾ ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന ഒരു സംഭവം ഇത് ഈ IDLEയുടെ ഒരു ഫീച്ചറാണ്. ഇത് എന്താ പറയാ കോഡിങ്ങിന് വേണ്ടിയിട്ടുള്ള പുതിയ ടെക്സ്റ്റ് എഡിറ്റേഴ്സിലെല്ലാം ഉള്ള ഒരു ഫീച്ചറാണ്. നമ്മുടെ ലാംഗ്വേജ് അനുസരിച്ചിട്ട് അതിന്റെ ഫങ്ഷൻസ് അതിന് ബന്ധപ്പെട്ട ഹെൽപ്പ് ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഇതുകൊണ്ടും കൂടിയൊക്കെയാണ് ഞാൻ പറഞ്ഞത് നമ്മൾ കാണാപ്പാഠം പഠിക്കേണ്ട ഒരു ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യം വളരെ കുറവാണ്. കാരണം ഒട്ടുമിക്ക കാര്യങ്ങളും നമുക്ക് ഇതേപോലെ ഒരു ഓട്ടോ കംപ്ലീറ്റ് പോലെ വന്നുകൊണ്ടിരിക്കും. പ്രിന്റ് എന്നുള്ള ഫംഗ്ഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ പലതരം ഇൻപുട്സ് ഉണ്ട്. നമുക്ക് ഇതിൽ ആ കൂടി വാല്യൂ എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് ആണ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് വേണ്ടത് ഹലോ വേൾഡ് എന്ന് പ്രിന്റ് ചെയ്യാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യണമെന്ന് ഒരു ഡബിൾ കോഡ്സ് ഇടുക. ഈ ഡബിൾ കോഡ്സിന്റെ ഉള്ളിലായിട്ട് നമ്മൾ ഹലോ വേൾഡ് എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മുടെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അപ്പൊ ഈ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നത് പ്രിന്റ് എന്നുള്ള ഒരു ഫംഗ്ഷൻ ആണ്. ഫംഗ്ഷൻസ് നമ്മൾ എപ്പോഴും ഇത് ഈ ഫംഗ്ഷന്റെ നെയിം ആണിത്, ഫംഗ്ഷൻ നെയിം. അതിനുശേഷം ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. ആ ഫംഗ്ഷൻ തീരുമ്പോൾ ഒരു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും. ഇതായിരിക്കും ഫോർമാറ്റ്. പിന്നെ സോറി ഇവിടെ തെറ്റാണ്, ഹലോ വേൾഡ്. അപ്പൊ ഈ ഹലോ വേൾഡ് എന്നുള്ളത് ഈ കോഡ്സിൽ ഇടാൻ കാരണം ഇങ്ങനെയുള്ള സംഭവങ്ങളെ നമ്മൾ പ്രോഗ്രാമിംഗിൽ കോമൺ ആയിട്ട് വിളിക്കുക സ്ട്രിങ്സ് എന്നാണ്. സ്ട്രിങ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ സാധാരണ സെന്റൻസിൽ ഒക്കെ വരുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. നമ്മൾ ആൽഫ ബിറ്റ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് എഴുതുന്ന എന്തിനും ഒരു സ്ട്രിങ് എന്ന് വിളിക്കാം. അത്രേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന വീഡിയോസിൽ നമുക്ക് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. ഇപ്പൊ നമുക്കിനി ഇത് എങ്ങനെ ഓടിക്കാം എന്നുള്ളത് നോക്കാം. ഇപ്പൊ ഇവിടെ ഈ ഒരു ഐഡിയയുടെ മോഡിൽ മെനുവിൽ പോയിട്ടുണ്ടെങ്കിൽ റൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. റൺ മൊഡ്യൂൾ എന്നുള്ള ആ ഒരു ഓപ്ഷൻ കൊടുക്കുക. ഇപ്പൊ റൺ മൊഡ്യൂൾ എന്ന് കൊടുക്കുമ്പോൾ നമുക്കിപ്പോ ഒരു സേവ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യം വരും. അപ്പൊ എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ ഈ ഫയൽ സേവ് ചെയ്തിട്ട് വേണം നമുക്ക് റൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞില്ല ഇതൊരു ടെക്സ്റ്റ് ഫയലാണ്. അപ്പൊ നമ്മൾ ആദ്യം സേവ് ചെയ്യണം. അപ്പൊ നമ്മൾ ഓക്കെ കൊടുത്തിട്ട് സേവ് ആസ് കൊടുക്കാം. അപ്പൊ നമുക്ക് പേര് കൊടുക്കാം, ഹലോ വേൾഡ് എന്ന് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേര് കൊടുക്കാം. ഇതേ പേര് തന്നെ കൊടുക്കണമെന്നില്ല. ഇവിടെ ഒരു ഫോർമാറ്റ് ഉണ്ടല്ലേ, ഡോട്ട് പൈ എന്നാണ്.
അതായത് നമ്മുടെ പൈത്തൺ പ്രോഗ്രാംസ് എല്ലാം തന്നെ .py എന്നുള്ള എക്സ്റ്റൻഷനിലായിരിക്കും സേവ് ആവുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് ഒരുവിധം കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. കാരണം നമുക്ക് .exe, .bin അല്ലെങ്കിൽ .mp4, .mp3, .doc എന്ന് പറഞ്ഞിട്ട് പല എക്സ്റ്റൻഷൻ ഉണ്ട്. അതൊക്കെ ഓരോ ഫയൽ ടൈപ്പ് എന്താണെന്നുള്ളത് ഡിനോട്ട് ചെയ്യുന്നതാണ്. അതേപോലെ പൈത്തൺ ഫയലാണ് എന്ന് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സ്റ്റൻഷൻ ആണ് .py. അപ്പൊ അതായിരിക്കും ഇതിന് ഉപയോഗിക്കുന്നത്. നമ്മളിവിടെ കൊടുക്കേണ്ട കാര്യമില്ല, അത് ഐഡിയയിൽ ഓട്ടോമാറ്റിക് ആയിട്ട് കൊടുത്തു. നമ്മൾ സേവ് കൊടുക്കുക. ഓക്കെ, സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ റൺ എന്ന് കൊടുത്തിട്ടുണ്ട് കാരണം ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് റൺ ആയി. അപ്പൊ നമുക്ക് ഇവിടെ കാണാം ഹലോ വേൾഡ് എന്നുള്ള ഒരു മെസ്സേജ് പ്രിന്റ് ആയിട്ട് വന്നു. ഓക്കെ, നമുക്കിത് ക്ലോസ് ചെയ്യാം. നമുക്കിതൊരു മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് ഒന്നുകൂടെ റൺ ചെയ്ത് നോക്കാം. അപ്പൊ ഹലോ വേൾഡ് എന്നുള്ളതിന് പകരം ഇപ്പൊ നമുക്ക് നമ്മുടെ പേര് കൊടുത്തത്, അപ്പൊ എന്റെ പേര് ഋത്തിക് എന്നാണ്, ഹലോ ഋത്തിക് എന്നുള്ള ഒരു ഇത് കൊടുക്കണം. ഓക്കെ, എന്നിട്ട് നമുക്ക് വീണ്ടും ഇതേപോലെ റൺ മോഡ്യൂൾ കൊടുക്കാം. അപ്പൊ വീണ്ടും സേവ് ചെയ്യുക, കാരണം നമ്മൾ വരുത്തി ചേഞ്ച് സേവ് ചെയ്തിട്ടില്ല. അപ്പൊ ഓക്കെ കൊടുക്കുക, റൺ ചെയ്യുക. അപ്പൊ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ മാറ്റം വരുത്തിയത് ഇവിടെ റണ്ണു. ഓക്കെ, ഇനി ഒരൊറ്റ കാര്യം കൂടി പറയാനുള്ളത്, ഇത് ഒരു സ്ട്രിങ് ആണെന്ന് പറഞ്ഞു. സ്ട്രിങ്സ് നമുക്ക് റൺ ചെയ്യാൻ വേണ്ടി റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡബിൾ കോഡ്സ് തന്നെ ഇടണമെന്നില്ല, സിംഗിൾ കോഡ്സും യൂസ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെയും കൊടുക്കാം. ഇങ്ങനെ കൊടുത്താൽ ഇത് വർക്ക് ചെയ്യും. അപ്പൊ ആ കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏത് കോഡ്സ് ടൈപ്പ് ഉപയോഗിച്ചാലും അത് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ സപ്പോസ് നമ്മൾ ഇത് ക്ലോസ് ചെയ്യാൻ മറന്നു എന്ന് വിചാരിക്കുക, ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ റൺ ചെയ്യാൻ പോവാണ്. നമ്മൾ ഓക്കെ കൊടുത്ത് സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എറർ വന്നു, EOL വൈൽ സ്കാനിങ് സ്ട്രിങ് ലിറ്ററൽ എന്ന് പറഞ്ഞിട്ട്. ഇത് ബേസിക്കലി ഇത് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇത് പ്രോപ്പർ അല്ല ഇതിന്റെ സിൻടാക്സ് എന്നുള്ള ഒരു അർത്ഥമാണ്. അപ്പൊ നമ്മൾ ഇത് കറക്റ്റ് ആക്കിയിട്ടുണ്ട് റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ റൺ ആവും. ഓക്കെ ഓക്കെ, അതുപോലെ തന്നെ ഇപ്പൊ ഒരു ഫംഗ്ഷൻ നമ്മൾ ക്ലോസ് ചെയ്യാൻ മറന്നുപോയി. ചിലപ്പോൾ ഇതിപ്പോ ഒരു ഒറ്റ ലൈൻ കോഡായതുകൊണ്ട് നമ്മൾ മറക്കില്ല, വലിയ കോഡൊക്കെ എഴുതുമ്പോൾ നമ്മൾ മറന്നു വരും. അപ്പൊ അങ്ങനെ മറന്നു പോയിട്ട് നമ്മൾ റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവും, ഇതേപോലെ കണ്ടില്ലേ അൺഎക്സ്പെക്റ്റഡ്. ഇത് പല എററുകളാണ്. ഇത് നമ്മൾ കാണാണ്ട് പഠിക്കേണ്ട ആവശ്യങ്ങളില്ല. ഇതൊക്കെ നമുക്ക് അധികം നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മളിത് ചെയ്ത് നമുക്ക് ഓരോ എറർ കാണുമ്പോൾ മനസ്സിലായി തുടങ്ങും, ഓക്കെ ഇത് ഇന്നതാണ് എറർ, ഇതുകൊണ്ടാണ് ഹാപ്പൻ ആവുന്നത് നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പൊ ഒരു റീക്യാപ്പ് ഞാൻ പറയാം, നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്. നമ്മൾ ഹലോ വേൾഡ് എന്നുള്ളത് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫംഗ്ഷൻ ആണ് ഉപയോഗിക്കുന്നത്. ആ ഫംഗ്ഷന്റെ പേരാണ് പ്രിന്റ് എന്നുള്ളത്. ഓക്കെ, ഫങ്ഷൻസ് വിളിക്കുമ്പോൾ ആദ്യം നമ്മൾ ഫംഗ്ഷൻ നെയിം കൊടുക്കണം. അതിനുശേഷം ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇൻപുട്സ് എന്താണെന്നുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൊടുക്കാം. അതിനുശേഷം നമ്മൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം. ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഈ യൂസ് കേസിൽ നമ്മൾ ഉപയോഗിച്ചത് ഒരു സ്ട്രിങ് ആണ്. സ്ട്രിങ്സ് നമുക്ക് ഐദർ ഒരു ഡബിൾ കോഡ്സിന്റെ ഉള്ളിൽ കൊടുക്കാം, അല്ല എന്നുണ്ടെങ്കിൽ ഒരു സിംഗിൾ കോഡ്സിന്റെ ഉള്ളിലും നമുക്ക് സ്ട്രിങ്സ് ഡിനോട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമ്മൾ ഈ എൻ്റെ പേര് ഇത് ഋത്തിക് എന്നുള്ളത് ടൈപ്പ് ചെയ്ത് വെച്ചതിന് പകരം നമ്മൾ ഈ പ്രോഗ്രാം ഒരു യൂസറിന് കൊടുത്തിട്ട് ആ യൂസറിന്റെ കയ്യിൽ നിന്ന് അയാളുടെ പേര് വാങ്ങിയതിന് ശേഷം ഇത്തരം ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്യാനുള്ള പ്രോഗ്രാം നമുക്ക് എഴുതി നോക്കാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.